അപ്പോൾ ഇതാ ഇന്നത്തെ സ്പെഷ്യലാണ് ചായക്ക് ഞാൻ ഉണ്ടാക്കിയത് പാൽക്കപ്പയും ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ഇന്ന് ഉണ്ടാക്കിയതല്ല, ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കി. അഹിമോന് കുറച്ചുകൂടി ഇഷ്ടമാണ് പാൽക്കപ്പ. നമ്മൾ സാധാരണ കപ്പയും ചിക്കൻ കറിയും കൊടുക്കുന്നതിനേക്കാളും അങ്ങനെ ആകുമ്പോൾ ഇഷ്ടമല്ല. ഈ പാൽക്കപ്പ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ കപ്പ കൊടുക്കുന്നത് കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പോൾ ആൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ എണീച്ചിരുന്ന് എങ്ങനെയോ പൊക്കി എണീപ്പിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ ഇതാ TV ഒക്കെ വെച്ച് കണ്ടുകൊണ്ട് ഇതാ ഞാൻ വാരി കൊടുക്കുകയാണ്. ആൾക്ക് ഭയങ്കര മടിയാണ് ഒറ്റയ്ക്ക് കഴിക്കുക എന്നുള്ളത്. ഞാനൊന്നും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് കഴിക്കുക, അല്ലെങ്കിൽ ഞാനുള്ളപ്പോൾ എപ്പോഴും വാരി കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ വാരി കൊടുത്തോണ്ടിരിക്കുക. എന്ത് ടേസ്റ്റ് അറിയോ ആ ഒരു പാൽക്കപ്പയിൽ കുറച്ച് ചിക്കൻ കറിയും ആ ഒരു ചിക്കൻ്റെ ഗ്രേവിയും ആ ഒരു ചിക്കൻ്റെ പീസും കൂടി വെച്ചിട്ട് കഴിക്കാൻ ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാ ഇന്നിതാ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ലീവാണ്. അപ്പോൾ ഇതാ ഞാൻ ചോറ് വയ്ക്കുകയാണ്. ബാക്കി അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ചോറ് വയ്ക്കുന്ന പരിപാടിയിലാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചോറ് ഊറ്റാറുള്ളത്. അമ്മയൊക്കെ ചെമ്പ് അങ്ങനെ തന്നെ തിരിച്ച് വയ്ക്കുക ചെയ്യും. എനിക്കത് പറ്റില്ല, എനിക്ക് പേടിയാണ്, അത് മേലേക്ക് മറയുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ ഇതാ ഞാനിന്ന് അടുപ്പത്താണ്. ഇന്ന് കറിക്ക് കൊണ്ടുവന്നത് ബീഫായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും കുക്കറിൽ വേവിക്കാറാണ് ബീഫ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അടുപ്പിൽ നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ ചട്ടിയിൽ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആവുന്ന സമയത്ത് ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലക്കാനൊക്കെ പോവാം. അപ്പോൾ ഇത് മെല്ലെ ലാവുള്ളൂ. അപ്പോൾ ഇതാ അതിലേക്കുള്ള കുരുമുളകൊക്കെ ഞാൻ എന്താ പൊടിച്ചിടുകയാണ്. അപ്പോൾ ചട്ടിയിലിട്ട ബീഫ് ഫ്രൈ ആണ് നമ്മളിപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാ നോക്കി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ബീഫ് ഫ്രൈ റെഡിയാക്കി. ഇനിയിപ്പം കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമല്ല രാത്രി ആയപ്പോൾ ചട്ടിയൊക്കെ വടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിലൊരു പീസുള്ളത് ഞാൻ അഹിമോന് കൊടുത്തപ്പോൾ ആ ഒരു എക്സ്പ്രഷനാണ് കാട്ടിയത്. അപ്പോൾ അതാ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാത്രിത്തേക്ക് ഞാൻ. അപ്പോൾ ചപ്പാത്തിയും കൂട്ടിയിട്ട് ഈ ചട്ടിയിലുള്ള ബീഫൊക്കെ ഒരു പാത്രത്തിലാക്കി ചട്ടിയൊക്കെ വടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. ഇന്നിപ്പോൾ മെയിനായിട്ട് TV കാണുക, വീട്ടിലെ പണികൾ, പിന്നെ ഫുഡ് ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇന്ന് മെയിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഓക്കെ, ബായ്.